ഇസ്രയേലിനു നേരെ ഇറാൻ മിസൈൽ പ്രയോഗിച്ചതായി റിപ്പോർട്ട്. ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തെ സംബന്ധിച്ച് ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സായ്കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സായ്കുമാർ, ഈ ഇസ്രയേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പുകൾ നൽകിയിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. മാത്രമല്ല, ആക്രമണം ഉണ്ടായാൽ കടുത്ത പ്രത്യാഘാതം ഇറാൻ നേരിടേണ്ടി വരുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു. ആക്രമണം നടന്നു കഴിഞ്ഞു അല്ലേ? റോഷ്നി, ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി പശ്ചിമേഷ്യ ഒരു യുദ്ധ ഭീതിയിൽ തന്നെയാണ്. പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് അല്പം മുമ്പാണ് അന്തർദേശീയ മാധ്യമങ്ങൾ കൊടുത്തത്. അവർ ഇസ്രയേലിന് കൊടുത്ത മുന്നറിയിപ്പ് ഇറാൻ വലിയ ഒരു യുദ്ധത്തിന്, മിസൈൽ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നുവെന്നാണ്. ആ ഒരു മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ ഇസ്രയേൽ സ്വീകരിച്ചിരുന്നു. അതുമാത്രമല്ല, മുൻകരുതൽ മാത്രമല്ല, ഇറാന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ ആക്രമിച്ചാൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത്. അതുമാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ആളുകളോടും കരുതിയിരിക്കാനും സൈന്യത്തോട് സജ്ജരാകാനും ഇസ്രയേൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് മിസൈൽ ആക്രമണം നടന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇസ്രയേൽ തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്നത്. ഇസ്രയേൽ ഉടനീളം അപായ സൈറൺ മുഴക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവിടെ അപായ സൈറൺ തന്നെ മുഴക്കുന്നു എന്ന് വരുമ്പോൾ സാഹചര്യം മാറുകയാണ്. തെൽ അവീവിലാണ് ഇപ്പോൾ വെടിവെപ്പുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ മിസൈലുകൾ വന്ന് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കും, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഭീകരാക്രമണം എന്നാണ് ആദ്യം വന്ന സൂചന. പക്ഷേ ഇത് നേരത്തെ അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് മിസൈൽ തന്നെയാണ് എന്നാണ് അൽ ജസീറ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു എന്ന് അൽ ജസീറയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ ഇറാൻ ഇതുവരെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഇസ്രായേലിൽ ചിലത് സംഭവിക്കുന്നുണ്ട്. ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ കരയുദ്ധം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പല വിധത്തിൽ ഹിസ്ബുള്ളയിലെ അടക്കം പ്രധാനപ്പെട്ട കമാൻഡറെ ഇതിനോടകം വധിച്ചു എന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഇനി സ്ഥിരീകരണം വരാനുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, റോഷ്നി, അവിടെ മിസൈൽ പതിച്ചിട്ടുണ്ട്. തെൽ അവീവിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ അശാന്തിയുടെ സമയം തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും കരുതിയിരിക്കണം എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദേശീയ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ഇന്ത്യയും അവിടെയുള്ള ഇന്ത്യക്കാരോടും ജാഗരൂകരായിരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഒരു വലിയ യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഇറാനിൽ നിന്ന് ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ ഇസ്രയേലിൻ്റെ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. അവർ എല്ലാ തരത്തിലും നേരത്തെ തന്നെ കോപ്പുകൂട്ടൽ നടത്തിയിരുന്നു. അമേരിക്ക സ്വാഭാവികമായും മുന്നറിയിപ്പ് നൽകുക മാത്രമായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഏതു വിധത്തിൽ തിരിച്ചടിക്കണം എന്ന് കൃത്യമായിട്ടുള്ള സഹായം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ ഒരു തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സ്വാഭാവികമായും ഇറാന്റെ പ്രതിരോധമുണ്ടാകും. നേരത്തെ തന്നെ ഇറാന്റെ ആത്മീയ നേതാവടക്കം ഒളിവിൽ പോവുകയും ഒന്ന് പകച്ചു പോകുന്ന ഇറാനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണെങ്കിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് അത് പോകും. സ്വാഭാവികമായും ഹിസ്ബുള്ള അടക്കമുള്ള, ലെബനൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് പിന്നിൽ അണിനിരക്കുകയും ഇസ്രയേലിനെതിരെ വലിയ രീതിയിൽ പോരിന് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള മിനിറ്റുകൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. റോഷ്നി, സായ്കുമാർ, അതായത് ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള കരമാർഗമുള്ള ആക്രമണം കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ ഇറാൻ കൂടി ഇത്തരത്തിൽ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കൂടുതൽ കഷ്ടത്തിലാവുകയാണ് അല്ലേ സായ്കുമാർ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അശാന്തിയുടെ മണിക്കൂറുകൾ തന്നെയാണ്. എത്ര വലിയ ആൾനാശം, എത്ര വലിയ ജീവഹാനി ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ട് രാജ്യങ്ങളും ഇത്തരത്തിൽ പല വിധത്തിലുള്ള അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ നമുക്കറിയാം, ഏത് വിധേനയും യുദ്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള, അതിന് ഇറങ്ങുന്ന ഒരു നേതാവ് കൂടിയാണ്. അല്പം മുമ്പ് അമേരിക്ക പറഞ്ഞത് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഇസ്രയേലിന് നൽകും എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ ശക്തി കൂടി ചേരുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ പൂർവാധികം ശക്തരാകും. ഇപ്പോൾ തന്നെ പല വിധത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ, കമാൻഡർമാരെ നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സങ്കടവും ദേഷ്യവും ഇറാനിലുണ്ട്. അതുകൊണ്ട് അവരും പരമാവധി തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും തന്നെയായിരിക്കും ഒരുങ്ങുക.
സ്വാഭാവികമായും പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരിക്കില്ല ഇപ്പോൾ ഇസ്രായേലിൽ പോയി മിസൈൽ ആക്രമണം നടത്തുക എന്നുള്ളത്. അതിനവർ കൃത്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാകും. പല വിധത്തിലുള്ള സഹായം അവർക്ക് കിട്ടിയിട്ടുമുണ്ടാകും. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇതൊരു ചെറിയ ആക്രമണമല്ല നടന്നിരിക്കുന്നത് എന്നാണ്. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇസ്രയേൽ ഒന്ന് വിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യമാകെ ഇപ്പോൾ ഒരു അപായ സൈറൻ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എല്ലാ പൗരന്മാർക്കും അവർ മുൻകരുതൽ കൊടുക്കുന്നു. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം എന്നുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. ഏത് വിധേന ഏത് ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നവർ പേടിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് ജനങ്ങളോട് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം പറയുന്നത് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇങ്ങനെ അമേരിക്ക ഒരു മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിന് വേദനിപ്പിച്ചാൽ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഇറാന് ഉണ്ടാകും എന്നാണ്. എന്തായാലും ഇപ്പോൾ അൽ ജസീറയാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും റോഷ്നി, ഇനിയുള്ള മണിക്കൂറുകൾ പ്രധാനമാണ്. ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനു ശേഷം ഇപ്പോൾ തന്നെ ഒരു തിരിച്ചടി ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അമേരിക്ക എല്ലാവിധത്തിലുള്ള പിന്തുണയും, അമേരിക്ക പറയുന്നത് ഇസ്രായേൽ നടത്തുന്ന ഒരു പ്രതിരോധമാണ് എന്നുള്ളതാണ്. ആ പ്രതിരോധത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുമ്പോൾ അമേരിക്കയുടെ കൂടി സഹായത്തോടെ ഏത് വിധേനയാണ് ഇസ്രായേൽ തിരിച്ചടിക്കുക എന്നുള്ളത് ഇനി നമുക്കറിയണം. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉണ്ടായ വെടിവെപ്പിൽ, ഇപ്പോൾ ഉണ്ടായ ആക്രമണത്തിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ തയ്യാറെടുപ്പുകൾക്ക് എല്ലാ പിന്തുണയും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഒരു ആക്രമണങ്ങളെ ചെറുക്കാൻ ഇറാന് കഴിയുമോ? ഇറാൻ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? കൂടുതൽ ശക്തമായിരിക്കും അത്? അങ്ങനെ കൂടി മുൻകൂട്ടി കാണേണ്ടി വരും അല്ലേ? തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഈ ഒരു യുദ്ധം തുടങ്ങി. നമുക്കറിയാം, അത് ഇസ്രായേൽ ഒറ്റയ്ക്ക് തുടങ്ങിയതായിരിക്കില്ല. അമേരിക്കയുടെ എല്ലാ വിധത്തിലുള്ള സഹായവും ഇസ്രായേലിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നാളുകളായിട്ടും ഈ യുദ്ധം ഇങ്ങനെ കൊണ്ടുപോകാൻ ഇസ്രായേലിന് കഴിയുകയും ചെയ്യുന്നത്. ഹിസ്ബുള്ളയെ തങ്ങൾ ഇല്ലാതാക്കും, ഇറാനെ സ്വതന്ത്രമാക്കും എന്നൊക്കെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഹിസ്ബുള്ളയ്ക്കും അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ നഷ്ടപ്പെട്ടു ഈ യുദ്ധത്തിനിടയിൽ. അപ്പോൾ ഇതിനെല്ലാമുള്ള ഒരു തിരിച്ചടി ഇറാൻ നൽകും എന്ന് പറയുമ്പോൾ അത് ഇറാൻ ഒറ്റക്കായിരിക്കില്ല. ഇസ്രായേൽ വിരുദ്ധ ശാക്തിക ചേരിയുടെ ഒരു യൂണിറ്റി അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അവരെല്ലാവരും ഇറാന് പിന്നിൽ, അത് നേരത്തെ തന്നെ ഉണ്ടായതാണ്. ഇസ്രായേൽ വിരുദ്ധ ചേരികളെല്ലാം ഇറാന്റെ നേതൃത്വത്തിൽ അണിചേരുന്നൊരു സാഹചര്യം, അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു അധിനിവേശത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. ഇറാനെ ഒന്ന് പേടിപ്പിക്കാൻ എന്തായാലും ഇസ്രായേലിന് കഴിഞ്ഞു. പക്ഷെ അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത്